എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 125 നാലാമത്തെ ചോദ്യമാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ചോദ്യം? എ പേഴ്സൺ 1.75 meters tall സ്റ്റാൻഡിംഗ് അറ്റ് ദി ഫുട്ട് ഓഫ് എ ടവർ സീസ് ദി ടോപ്പ് ഓഫ് എ ഹിൽ 40 meter അവേ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 60 degree. അതായത് ഒരു ടവറിന്റെ അടിയിൽ നിൽക്കുന്ന ഒരു കുട്ടി അല്ലെ, ആ കുട്ടിയുടെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 1.75 meter ഉയരമുള്ള ഒരു കുട്ടി 40 meter 40 meter ദൂരെയുള്ള ഒരു കുന്നിന്റെ മുകൾ ഭാഗം 60 ഡിഗ്രി അല്ലെ 60 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ഇതാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെയോ ഫ്രം ദി ടോപ്പ് ഓഫ് ദി ടവർ ഹി സീസ് ഇറ്റ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 50 degree. ഇനി ആ കുട്ടി ആ ടവറിന്റെ മുകളിൽ, ഇപ്പൊ ടവറിന്റെ അടിയിൽ നിന്നാണ് ആ കുട്ടി ഇത് കാണുന്നത്. ഇനി ടവറിന്റെ മുകളിലേക്ക് കുട്ടി കയറി, പിന്നെ ആ കുട്ടി ആ ടവറിന്റെ ആ ഹില്ലിന്റെ മുകൾ ഭാഗം എങ്ങനെയാണ് കാണുന്നത്? 50 degree എലിവേഷനിലാണ് കാണുന്നത്. കാൽക്കുലേറ്റ് ദി ഹൈറ്റ്സ് ഓഫ് ദി ടവർ ആൻഡ് ദി ഹിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഹില്ലിന്റെയും കുന്നിന്റെയും അതുപോലെ തന്നെ ഈ ടവറിന്റെയും ഉയരം നമ്മൾ കാണണം. അപ്പൊ ചോദ്യം നമ്മൾ നല്ലവണ്ണം വായിച്ചു നോക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? ഒരു റഫായിട്ടൊരു ഫിഗർ വൃത്തിയായിട്ട് വരയ്ക്കാം. അപ്പൊ ഇവിടെ ഒരു കുട്ടി ഒരു കുന്നിന്റെ മുകളറ്റം അല്ലെ 60 ഡിഗ്രി, ഇതാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്, 60 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു അല്ലെ. അപ്പൊ ഒരു കുന്ന്, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു കുന്ന് വരയ്ക്കാം. അപ്പൊ ഓക്കെ, ഇതാണ് നമ്മുടെ കുന്ന് അല്ലെ. ഇനി ഒരു കുട്ടി ഇവിടെ നിന്ന് കുന്നിന്റെ മുകളറ്റം കാണാണ് അല്ലെ. അത് എത്ര മീറ്റർ ദൂരത്ത് നിന്നാണ് നോക്കുന്നത്? 40 മീറ്റർ അകലെ അല്ലെ. അപ്പൊ നമുക്ക് കുറച്ച് നീങ്ങിയിട്ട് ഇതാണ് 40 മീറ്റർ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കുട്ടി. കാരണം ഇവിടെ കുട്ടിയുടെ ഉയരം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? ഇവിടെ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ ഉയരം തന്നിട്ട്, അതുകൊണ്ട് നമ്മൾ കുട്ടീനെ ക്ലിക്ക് ചെയ്തു അല്ലെ. ഇവിടെ നമുക്ക് ഉയരം തന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കുട്ടിയുടെ ഉയരം. ഈ കുട്ടി ഈ ടവറിന്റെ മുകൾ ഭാഗം കാണുന്നു. ഓക്കെ, മുകൾ ഭാഗം കണ്ടു അല്ലെ. എത്ര ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്? 60 ഡിഗ്രി അല്ലെ. അപ്പൊ ഇതാണ് സ്ട്രൈറ്റ് വ്യൂ അല്ലെ, ഇത് സ്ട്രൈറ്റ് വ്യൂ. അപ്പൊ ഈ ആംഗിൾ 60 ഡിഗ്രി, ഇത്രയും മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ കുട്ടി നിൽക്കുന്നതും അതുപോലെ ഈ ഹില്ലിന്റെ അടിഭാഗം അല്ലെ, ഈ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 30 മീറ്റർ അല്ലെ, 40 മീറ്റർ 40 മീറ്റർ. അപ്പൊ ഇത് 40 മീറ്റർ. ഇത് നമ്മുടെ കുട്ടിയുടെ ഉയരം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 1.75. ഇതാണ് ഹില്ല് അല്ലെ, ഇത് കുന്ന്. അപ്പൊ ഇനി നോക്കിയേ, നമുക്ക് ഇത്ര കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ കുന്നിന്റെ ഉയരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഇവിടെ നമുക്ക് 60 ഡിഗ്രി ആംഗിൾ കിട്ടിയിട്ടുണ്ട്. ഇത് 40 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇതും 40 തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഈ മട്ടത്രികോണത്തിൽ ഈ റൈറ്റ് ട്രയാംഗിൾ ഇവിടെ ഒരു ആംഗിൾ കിട്ടി അല്ലെ, ഈ വശം നമുക്ക് കിട്ടി. ഇനി ഇത് നമുക്ക് കണ്ടുപിടിക്കണം. അത് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് ഒരു പേരുകൾ കൊടുത്തേ, എ ബി, ഇതിന് സി അല്ലെ. അപ്പൊ എ ബി സി, ഇത് സി ഡി ഇ. ഓക്കെ, ഇങ്ങനെ നമ്മൾ പേര് കൊടുത്തു. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. എന്ത് ചെയ്താൽ മതി? tan 60 tan 60 എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് സി ബി അല്ലെങ്കിൽ ബി സി ബൈ അഡ്ജസന്റ് സൈഡ് എ ബി. tan 60യുടെ വാല്യൂ എത്രയാണ്? 1.732. tan 60 ബി സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ബി സി ബൈ എ ബിയുടെ അളവ് നമുക്കറിയാം 40 അല്ലേ. അങ്ങനെയാണ് ബി സി എന്ത് വരും? ബി സി സീക്വൽ ടു 1.732 ഇൻറ്റു 40 സീക്വൽ ടു എന്ത് കിട്ടും? 4 × 2 8 അല്ലേ, 4 × 3 12, 1 7 4 28 29, ബാക്കി 2 4 2 6. ഇനി ഇവിടെ 0 ചേർത്ത് കൊടുക്കണം അല്ലേ, 0 ചേർക്കണം. ഇനി 1 2 3 സ്ഥാനം. അപ്പോൾ 1 2 3. അപ്പോൾ എത്ര കിട്ടി? 69.28 അല്ലേ. 69.28 ആണ് ബി സി അല്ലെ. ബി സിയെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ കുന്നിന്റെ ഉയരം എത്ര വരും? ഇതും കൂടി കൂട്ടണം അല്ലേ. ഇത്ര ഭാഗം എന്താണ്? ഇവിടെ മുതൽ ഇവിടം വരാണ്ട് കുന്ന് അല്ലേ. പക്ഷെ ഈ ഹൈറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല, നമ്മൾ ബി സിയുടെ നീളം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ നീളം കൂടി കൂട്ടണ്ടേ? ഇത് എത്രയായിരിക്കും? 1.75 അല്ലേ, 75. അപ്പൊ നമുക്ക് ഹൈറ്റ് ഓഫ് ദി ഹിൽ എന്ത് വരും? 69.28. അതിൻ്റെ കൂടെ എന്ത് കൂട്ടണം? 1.75 കൂടി കൂട്ടണം. അപ്പോൾ 3 ബാക്കി 1 10 1 7. അപ്പോൾ നമുക്ക് 71 അല്ലേ. അപ്പോൾ 71 മീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദി ഹിൽ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം. ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്?
ഇവിടെ കുട്ടി നിൽക്കുന്ന ഒരു ടവറിന്റെ അടിയിലാണ് കുട്ടി നിൽക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ടവർ വരച്ചില്ല. ഇനി ഈ കുട്ടി ടവറിന്റെ മുകളിൽ കയറിയിട്ട് ഈ കുന്ന് നോക്കി അല്ലേ. അപ്പൊ എത്ര ഡിഗ്രിയിൽ കണ്ടു? 60ക്ക് പകരം 50 ഡിഗ്രി എലിവേഷനിലാണ് കണ്ടത്. അപ്പൊ നമുക്കിവിടെ ഈ ടവർ വരയ്ക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ടവർ അല്ലേ. അപ്പൊ ടവറിന്റെ മുകളിൽ കുട്ടി കയറി അല്ലേ. അപ്പൊ ഇത് കുട്ടി, മനസ്സിലായില്ലേ? അപ്പൊ ഇതുവരെ ടവർ, ഇത് കുട്ടി കയറി, ഈ കുട്ടി ഇങ്ങോട്ട് കയറി. അപ്പൊ ഇത്രയും നീളം അല്ലേ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ 50ന് പകരം ആംഗിൾ ഓഫ് എലിവേഷൻ 60ക്ക് പകരം 50 ആയി അല്ലേ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നു. അപ്പൊ ഇവിടുത്തെ ആംഗിൾ അല്ലേ. അപ്പൊ ഇവിടെ നിന്ന് നമ്മുടെ ഇതാണ് സ്ട്രൈറ്റ് വ്യൂ. അപ്പൊ ഈ ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രി. മനസ്സിലായില്ല? അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ വരെ കുട്ടിയാണ് അല്ലേ. അപ്പൊ കുട്ടിയുടെ ഹൈറ്റ് 1.75. ഇതാണ് കുട്ടി. അപ്പൊ നമുക്ക് ഈ ടവറിന്റെ ഉയരമാണ് ഇത് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ടവറിന്റെ ഉയരം കിട്ടാൻ നോക്കിയേ. നമുക്ക് ഇവിടെ നിന്ന് ഇതിന്റെ മൊത്തം ഉയരം നമുക്കറിയാം അല്ലെ. ഇതിന്റെ മൊത്തം ഉയരം നമുക്കറിയാം, നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇത്രയും ഭാഗം അല്ലെ, ഇത്രയും ഭാഗം കുറച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം, CDE. അപ്പൊ നമുക്കിവിടെ F എന്ന് കൊടുത്തു, ഇവിടെ നമുക്ക് G എന്ന് കൂടി കൊടുക്കാം. അപ്പൊ നമുക്ക് നോക്കിയാൽ ഈ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് ഇവിടെ 40 ആണെങ്കിൽ ഇതും 40 തന്നെയാണല്ലോ, 40 ആണ് അല്ലേ. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ നീളം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇല്ലേ. ഈ tan 50 വെച്ചിട്ട് നമുക്ക് ഈ നീളം കിട്ടും. അപ്പൊ നമുക്ക് മൊത്തം നീളം അറിയാം, അതിൽ നിന്ന് ഈ നീളം നമ്മൾ മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളം കിട്ടും അല്ലെ. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? വീണ്ടും ഈ കുട്ടിയുടെ ഉയരം കൂടി മൈനസ് ചെയ്യണം അല്ലെ. 1.75 കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്തായിരിക്കും കിട്ടാം? ഈ ടവറിന്റെ അടി മുതൽ ഇവിടെ വരെയുള്ള ഹൈറ്റ് നമുക്ക് കിട്ടും. ഇതാണ് നാം ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? നമുക്ക് tan 50 കണ്ടുപിടിക്കാം. അപ്പൊ tan 50 കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യാം. tan 50 കണ്ടുപിടിക്കുന്നത് ഈ നീളം നമ്മൾ കിട്ടാൻ, മനസ്സിലായില്ലേ? അപ്പൊ tan 50 is equal to CG by FG. അപ്പൊ tan 50യുടെ വാല്യൂ എത്രയാണ്? 1.1918 ഈക്വൽ ടു CG. നമുക്ക് കണ്ടുപിടിക്കണം CG. അപ്പൊ CG by FG അല്ലെ. FGയുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 40. അങ്ങനെയാണ് CG കണ്ടുപിടിക്കാൻ. നമുക്ക് CG is equal to എന്ത് വരും? 1.1918 into 40 ക്രോസ് ചെയ്യുന്നു അല്ലേ. സി കിട്ടുന്നു, ഗുണിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് 47.6 കിട്ടും. 6 ഇതാണ് CG. ഈ നീളം നമുക്ക് കിട്ടും എത്രയാണ്? 47.6. ഓക്കെ, ഇനി നമുക്ക് നോക്കിയാൽ ഈ ഇതിന്റെ ഉയരം കിട്ടാൻ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഈ മൊത്തം നീളം അല്ലേ. അപ്പൊ നമുക്ക് എഴുതാം ഹൈറ്റ് ഓഫ് ദി ടവർ, അതായത് ടവറിന്റെ ഉയരം എന്ത് കിട്ടും? നമുക്ക് ഇതിന്റെ മൊത്തം നീളം എത്രയാണ്? മൊത്തം നീളം 71.03 അല്ലെങ്കിൽ 71 അല്ലേ, അത്ര ഇട്ടാൽ മതി. 71 ഏത് കുറയ്ക്കണം? 47.6 പ്ലസ് 1.75 അല്ലേ. ഇത് രണ്ടും കൂട്ടിയത് കുറയ്ക്കുക, അതല്ലെങ്കിൽ ഇത് കുറയ്ക്കുക, അതിനുശേഷം ഇത് കുറയ്ക്കുക, അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് കൂടി കൂട്ടുക, ഇത് കൂട്ടിയതിന് ശേഷം 71 നിന്ന് കുറയ്ക്കുക. മനസ്സിലായില്ലേ? അപ്പം 71 മൈനസ് കിട്ടും 49.35. അപ്പം എത്ര വരും? 21.65 അല്ല 65 അല്ലേ, 65 മീറ്റർ. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതിൻ്റെ ഉയരം ഇത്രയുള്ള ടവറിൻ്റെ ഉയരം മനസ്സിലാക്കി, ഇത്രയുള്ള ടവറിൻ്റെ ഉയരം. അതുകൊണ്ടാണ് നമ്മൾ ഈ മൊത്തം നീളത്തിൽ നിന്ന് ഇതും കുറയ്ക്കണം, പിന്നെ എന്ത് കുറയ്ക്കണം? ഈ നീളം അല്ലേ, അതായത് ഇത്ര നീളം കൂടി കുറയ്ക്കണം. അതാണ് കുട്ടിയുടെ നീളം നമ്മളിവിടെ ആഡ് ചെയ്യാൻ കാരണം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. എ ബോയ് 1.5 meters tall standing at the edge of a canal sees the top of a tree on the other edge at an angle of elevation 80 degree അല്ലേ. അതായത് ഒരു കനാൽ, ഒരു തോടിന്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു കുട്ടി തോടിന്റെ അപ്പുറത്തുള്ള ഒരു ട്രീയുടെ മുകളറ്റം എങ്ങനെ കാണുന്നു? 80 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. സ്റ്റെപ്പിംഗ് 15 meters ബാക്ക്, അതായത് 15 മീറ്റർ പുറകോട്ട് മാറി നിന്ന് നോക്കുമ്പോൾ ഹി സോ ഇറ്റ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 40 ഡിഗ്രി. അപ്പോൾ 15 മീറ്റർ ബാക്കിലേക്ക് നീങ്ങിയിട്ട് ഈ മരത്തെ നോക്കുമ്പോൾ ഈ മരത്തിന്റെ മുകൾ ഭാഗം 40 ഡിഗ്രി എലിവേഷനിലാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ വൈഡ് ഈസ് ദി കനാൽ, ആ കനാലിന്റെ ആ തോടിന്റെ വീതി എന്തായിരിക്കും? അതുപോലെ തന്നെ ഹൗ ടോൾ ഈസ് ദി ട്രീ,
ആ ട്രീയുടെ മരത്തിൻ്റെ ഉയരം എന്തായിരിക്കും? ഇതാണ് ചോദ്യം. അപ്പോൾ ചോദ്യം വായിക്കുമ്പോൾ കൺഫ്യൂഷനൊക്കെ വരും. അപ്പോൾ ശ്രദ്ധിച്ച് വായിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന പോലെ അതിനനുസരിച്ച് ഫിഗർ വരയ്ക്കുക. ആദ്യം ഈ കുട്ടി ഈ ഒരു മരത്തിൻ്റെ മുകളറ്റം കാണുന്നല്ലേ, 80 ഡിഗ്രി മേൽക്കോണിൽ മുകളറ്റം കാണുന്നു. അതായത് ഒരു തോടിൻ്റെ ഇപ്പുറത്ത് നിന്നിട്ട് ഈ മരത്തിൻ്റെ മുകളറ്റം കാണും. ഇതാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഈ ട്രീ അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രീ അല്ലേ. ഇനി കുട്ടി ഇപ്പോൾ ഈ ഭാഗത്തായിരിക്കും ഒരു തോടുള്ളത് അല്ലേ. ഇപ്പോൾ ഒരു തോടിൻ്റെ സൈഡിലൊരു മരമാണ്. അപ്പോൾ ഇങ്ങോട്ട് കുറച്ച് നീങ്ങിയിട്ട് ഇവിടെ നിന്ന് കുട്ടി നിൽക്കുന്നു വിചാരിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കുട്ടി നിൽക്കുന്നു. ഈ കുട്ടി ഇതിൻ്റെ മുകൾ ഭാഗം കാണുന്നു അല്ലേ. എങ്ങനെയാണ്? എത്ര ഡിഗ്രിയിലാണ്? 80 ഡിഗ്രി അല്ലേ. ഓക്കെ, ഇതാണ് എൻ്റെ സ്ട്രൈറ്റ് വ്യൂ. ഇത് 80 ഡിഗ്രി. അപ്പോൾ ഇതേപോലെ ഫിഗർ ശ്രദ്ധിച്ച് വരയ്ക്കാം. 80 ഡിഗ്രി കണ്ടോ. അപ്പോൾ ഇത്ര ആയല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ട്രീ. ഇനി ഈ കുട്ടി എന്ത് ചെയ്തു? ഒരു 15 മീറ്റർ ബാക്കിലേക്ക് ഇങ്ങോട്ട് നീങ്ങി അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണുന്ന മരത്തിൻ്റെ കാണുന്നത് കുട്ടി എന്ത് ചെയ്തു? കുറച്ചും കൂടി ഇങ്ങോട്ട് ബാക്കിലേക്ക് നീങ്ങി. എത്ര? 15 മീറ്റർ നീങ്ങി. അപ്പോൾ കുട്ടി ഇവിടെ ആയി വിചാരിക്കാം. അപ്പോൾ നമ്മുടെ കുട്ടി ഇവിടെ എത്തി അല്ലേ. ഇനി ഇവിടെ നിന്ന് ഈ മരത്തിൻ്റെ മുകളിൽ തന്നെ നോക്കുന്നു കുട്ടി. കുട്ടിക്ക് വേറെ ഒരു പണിയില്ല. കണ്ടില്ലേ, മരത്തിൻ്റെ മുകൾ ഭാഗം നോക്കുന്നു. ഇത് ഈ ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രി അല്ലേ. ഇപ്പൊ 40 ഡിഗ്രി എലിവേഷനിലാണ് ഇപ്പോൾ ഇത് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 40 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇതിന്റെ ഈ ഡിസ്റ്റൻസ് നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ്? 15 മീറ്റർ അല്ലേ. ഇപ്പൊ ഇവിടെ നിന്ന് കുട്ടി ഇങ്ങോട്ട് നീങ്ങി അത് 15 മീറ്റർ ഇങ്ങോട്ട് മാറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മാറി അല്ലേ, അത് 15 മീറ്റർ. 15 മീറ്റർ എന്ന് വെച്ചാൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ദൂരം കേട്ടോ. ഇവിടെ നിന്ന് ഇത് നമുക്കറിയില്ല. ഇവിടെ നിന്ന കുട്ടി ഇങ്ങോട്ട് 15 മീറ്റർ നീങ്ങി. ഇത് നമ്മുടെ തോടിന്റെ വീതിയാണ് അല്ലേ. തോടിന്റെ ഇപ്പുറത്തു നിന്നാണ് കുട്ടി നിൽക്കുന്നത്. ഇതാണ് തോടിന്റെ ഇപ്പുറത്തുള്ള, തോടിന്റെ ഒരു സൈഡിലുള്ള മരമാണിത്. തോടിന്റെ ഇപ്പുറത്തുനിന്ന് കുട്ടി നോക്കുന്നു. അപ്പൊ ഇതാണ് തോടിന്റെ വീതി, അതായത് കനാലിന്റെ വീതി. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. കുട്ടിയുടെ ഉയരം തന്നിട്ടുണ്ട് അല്ലേ, 1.5 മീറ്റർ. ഈ കുട്ടിയുടെ ഉയരം നമുക്ക് 1.5 മീറ്റർ. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. നാം എന്തൊക്കെ കണ്ടുപിടിക്കണം? ഈ മരത്തിന്റെ ഉയരം നമ്മൾ കണ്ടുപിടിക്കണം. ഈ കനാലിന്റെ, ഈ തോടിന്റെ വീതി എന്ന് പറഞ്ഞാൽ ഇതാണ് വീതി അല്ലേ, ഇത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ ഇവിടെ 80 ഡിഗ്രി അറിയാം അല്ലേ. പക്ഷെ നമുക്ക് ഇതിൽ ഒരു അളവ് നമുക്കറിയില്ല, ഇതിലൊന്നും അറിയില്ലല്ലോ. അപ്പൊ നമുക്ക് ഒരു നിവൃത്തിയില്ല അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു അളവിൽ നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം ഈ നീളം നമ്മൾ എക്സ് എന്ന് വിചാരിച്ചു. നീളം ഇവിടെ മുതൽ ഇവിടം വരെയുള്ള നീളം എക്സ്. അങ്ങനെയാണെങ്കിൽ ഈ മരത്തിന്റെ ഇത് മുതൽ ഇതുവരെയുള്ള ഉയരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ ടാൻ 80 = അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു പണിയാ, പേരുകൾ കൊടുക്കാം അല്ലേ. ഇത് നമുക്ക് AB എന്ന് കൊടുത്തു. മരത്തിന്റെ നീളം AB ആയിക്കോട്ടെ. ഇത് നമുക്ക് CD എന്ന് കൊടുത്തു. ഇഷ്ടമുള്ള പേര് നമുക്ക് കൊടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. നമുക്ക് ഇനി ഈ പോയിന്റ് ആവശ്യമില്ല, P എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ടാൻ 80 എത്ര വരും? AD അല്ലെ, ഓപ്പോസിറ്റ് സൈഡ് AD ബൈ ഇതിൻ്റെ അഡ്ജസ്റ്റൻറ്റ് സൈഡ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് y എന്ന് കൊടുക്കാം. ഈ നീളം ഇത് നമുക്കറിയില്ല അല്ലേ, ഇത് നമുക്കറിയില്ല, അതുകൊണ്ട് ഇത് y എന്ന് കൊടുത്തു. അപ്പോൾ AD ബൈ ED ആണ് ED, ടാൻ 80. ഇനി നമുക്ക് ടാൻ 80യുടെ വില എത്രയാണ്? 5.6713. ഇതാണ് ടാൻ 80 അല്ലേ. ADക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? എക്സ് എന്ന് കൊടുത്തു. എക്സ് ബൈ EDക്ക് പകരം എന്ത് കൊടുത്തു? y എന്ന് കൊടുത്തു. ആംഗിൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ നീളം കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ, എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് = എന്ത് വരും? 5.6713 × y. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ട്രയാങ്കിൾ ഉപയോഗിച്ചുകൊണ്ട് നാം എന്ത് കണ്ടുപിടിച്ചു? ഈ മരത്തിന്റെ മുഴുവൻ നീളമല്ല, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള നീളം നമുക്ക് കിട്ടി. എക്സ്, അതായത് 5.6713 y എന്ന് നമുക്ക് കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? ഈ വലിയ ട്രയാങ്കിൾ കണ്ടില്ല, ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ നീളം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ടാൻ 40 ഉപയോഗിക്കുമ്പോൾ എന്ത് വരും? ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് AD തന്നെ അല്ലേ, AD ബൈ ഇതിൻ്റെ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ഏതൊക്കെ വരും നോക്കിയാൽ, ഇവിടെ മുതൽ ഇവിടം വരും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് 15 ആണെങ്കിൽ ഇതും 15 അല്ലേ, 15 മീറ്റർ അല്ലേ. ഈ ദൂരം 15 പിന്നെ ഒരു y ഉണ്ട് അല്ലേ, 15 + y. അപ്പോൾ AD ബൈ 15 + y ഇതാണ് അഡ്ജസ്റ്റൻറ്റ് സൈഡ്. ഓക്കെ, ഇനി നമുക്ക് ടാൻ 40യുടെ വാല്യൂ, ടാൻ 40യുടെ വാല്യൂ എത്രയാണ്? 0.8391 അല്ലേ, 8391 = AD എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് നമുക്ക് കൊടുത്തു അല്ലേ. അപ്പോൾ എക്സ് ബൈ ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല, 15 + y അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് പ്രകാരം എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? നമുക്ക് എക്സ് = എന്ത് വരും? ക്രോസ് ചെയ്യണം അല്ലേ. അപ്പോൾ 0.8391 ഇൻറ്റു ആ ബ്രാക്കറ്റ് ഇട്ട് ചെയ്യുക, ഇൻറ്റു 15 + y. അതായത് നമുക്ക് എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? ഇതും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഓരോന്നും കൊണ്ട് ഇങ്ങനെ ഗുണിക്കേണ്ടി വരും അല്ലേ.
അപ്പോൾ 8.839 ഇൻറ്റു 15. അപ്പോൾ ഗുണിക്കുമ്പോൾ നമുക്ക് 12.58 എന്ന് കിട്ടും. 12.58 പ്ലസ് ഇനി ഇതുകൊണ്ട് ഇതുകൊണ്ട് ഗുണിക്കണം അല്ലേ, 0.8391y. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പ് ചെയ്ത ചോദ്യം പോലെ തന്നെ അപ്പോൾ എക്സിൻ്റെ വാല്യൂ അല്ലേ, അതായത് മരത്തിൻ്റെ ഇത്രയും ഭാഗത്തിൻ്റെ ഇത് നമുക്ക് ആദ്യം ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഇടുന്നോട്ടെ, ഇത് നമുക്ക് 2. ഇനി നമ്മൾ വലിയ ട്രയാങ്കിൾ എടുത്തപ്പോൾ നമുക്ക് ഈ മരത്തിൻ്റെ ഇത്രയും നീളം എങ്ങനെ കിട്ടി, ഇത് കിട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് 2 ഈക്വൽ ആവണ്ടേ, ലെഫ്റ്റ് സൈഡ് 2 ഈക്വൽ ആണ്, അങ്ങനെയാണെങ്കിൽ ഈ 2 സൈഡ് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഫ്രം ഇക്വേഷൻ 1 and 2 നമ്മൾ മുമ്പ് ചെയ്ത അതേപോലെ തന്നെ ഫ്രം ഇക്വേഷൻ 1 and 2 അതിൽ നമുക്ക് എന്ത് എഴുതാം, ഇതും ഈക്വൽ ആണെന്ന് എഴുതാം അല്ലേ. അതായത് 5.6713y is equal to 12.58 plus 0.8391y. ഇത് നമുക്ക് എന്ത് ചെയ്യാം, വൈന് ഒരു ഭാഗത്ത് ആക്കാം. അപ്പോൾ ഇവിടെ ഉള്ള വൈ 5.6713y ഇവിടെ ഉണ്ട്. ഈ വൈ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന മൈനസായി 0.8391y അല്ലേ, സീക്വൽ ടു ഇപ്പോഴത്തെ ആരാ ഉള്ളത് 12.58. ഇനി 5.6713 വൈയിൽ നിന്ന് ഇത്രയും വൈ ഒന്ന് കുറച്ച് നോക്കാം, എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കാം. 4. നിങ്ങൾക്ക് തെറ്റാണ്ട് കുറയ്ക്കുക, 8322 എന്ന് കിട്ടി. അത്രയും വൈ ഈസ് ഈക്വൽ ടു 12.58. അങ്ങനെയാണ് വൈ എന്ത് വരും, വൈ ഈസ് ഈക്വൽ ടു 12.58 ബൈ ഇതങ്ങോട്ട് പോകും അല്ലേ, 4.8322 ഉണ്ട് അല്ലേ. നമുക്ക് തൽക്കാലം 2 ഒഴിവാക്കാം. അപ്പോൾ 8.3. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇതിനെ ഹരിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം പോയിന്റ് കളയുമ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ 2 സ്ഥാനം അപ്പോൾ 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ പോയിന്റ് പോയി കിട്ടി നമുക്ക്. അപ്പോൾ എന്ത് കിട്ടി, ഇവിടെ നമുക്ക് 1258 കിട്ടി അല്ലേ, പോയിന്റ് പോയി. ബൈ ഇതിൻ്റെ പോയിന്റ് പോയപ്പോൾ 483 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഒന്ന് ഹരിച്ചു നോക്കിയേ, 12.58 അല്ലേ, ഹരിക്കണം എത്രയാണ് 483. അപ്പം 12 125 ഇതിലെത്ര പ്രാവശ്യം പോകും, 400 ആകുമ്പോൾ 2 പ്രാവശ്യം പോകും അല്ലേ, 2 പ്രാവശ്യം 2 966 അല്ലേ. ഇനി മൈനസ് ചെയ്യുമ്പോൾ 2 9 അല്ലേ, 9 2 അപ്പോൾ 292 കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്തു ഒരു 0 ചേർത്ത് കൊടുത്തു, അപ്പോൾ പോയിന്റ് ഇട്ടു. ഇനി 2920 എത്ര, 400 5 അല്ല 20 6 അല്ലേ, 6 അപ്പോൾ അത് കിട്ടും 6 3 18 ബാക്കി 1 48 49 ബാക്കി 4 6 24 28. അപ്പോൾ 2898 എന്ന് കിട്ടി അല്ലേ. ഇനി മൈനസ് ചെയ്യുമ്പോൾ 2 0 2 അല്ല 22 എന്ന് കിട്ടി, 22 വരുന്നത്. അപ്പോൾ പോട്ടെ, നമുക്ക് തൽക്കാലം ഇത്ര മതി. അപ്പോൾ 2.6 എന്ന് കിട്ടി നമുക്ക്, സീക്വൽ ടു 2.6. അപ്പോൾ വൈ എന്ന് പറഞ്ഞത് നമുക്ക് കിട്ടിയല്ലേ 2.6. എന്താണ് വൈ എന്ന് പറഞ്ഞാൽ, വിഡ്ത്ത് അല്ലേ, ഈ കനാലിൻ്റെ വിഡ്ത്ത് ഓഫ് ദി കനാൽ. സീക്വൽ ടു 2.6 മീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് വിഡ്ത്ത് ഓഫ് ദി കനാൽ കിട്ടി അല്ലേ. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഇനി നോക്കിയേ, ഈ മരത്തിന് ഉയരം കിട്ടണം, നമുക്ക് എന്ത് വേണം, ആദ്യം എക്സ് കിട്ടണം അല്ലേ. എക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ട് 5.6713y ആണ് എക്സ് അല്ലേ. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കാം. എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 5.6713y അല്ലേ, സീക്വൽ ടു 5.6713 ഇൻറ്റു 2.6 സീക്വൽ ടു ഒന്ന് ഗുണിച്ച് കഴിയുമ്പോൾ എത്ര വരും, 14.74 എന്ന് കിട്ടി അല്ലേ. ഇതെന്താണ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ട്രീ എന്ത് വരും, ഹൈറ്റ് ഓഫ് ദി ട്രീ സീക്വൽ ടു എന്ത് വരും, എക്സ് അല്ലേ. എക്സ് എത്ര കിട്ടി നമുക്ക്, 14.74 പ്ലസ് ഇവിടുത്തെ ഉയരം അല്ലേ, അതായത് കുട്ടിയുടെ ഉയരം 1.5 സീക്വൽ ടു എന്ത് വരും, 4 2 6 1 അല്ലേ, 16.24. ഇത്രയും മീറ്റർ ആയിരിക്കും ഏതിൻ്റെ ഹൈറ്റ്, ഈ മരത്തിൻ്റെ ഉയരം.
അപ്പോൾ നമ്മളിവിടെ ഈ പോയിന്റ് എടുക്കുന്നതിനനുസരിച്ചുകൊണ്ടല്ല എത്ര സ്ഥാനം എടുക്കുന്നത് അനുസരിച്ചുകൊണ്ട് ചെറിയൊരു വ്യത്യാസം ഇവിടെ വരും. ഒരു പക്ഷേ 2.4 കിട്ടും, അല്ലെങ്കിൽ നമുക്ക് 16.27 കിട്ടും, മനസ്സിലായില്ല, 2.6 കിട്ടും. അതൊക്കെ നമ്മൾ ഈ പോയിന്റ് ഒഴിവാക്കുന്നതിനനുസരിച്ചാണ്, മനസ്സിലായില്ലേ. അതൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ നമുക്ക് 16 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ എഴുതുക. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലുമായി വീണ്ടും കാണാം.